നീറ്റ് 2024 മികച്ച വിജയം നേടി ബ്രില്യൻ്റെ അഭിമാനമായ സഞ്ജു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ആളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഈ ഒരു സ്കോർ എക്സ്പെക്റ്റഡ് ആയിരുന്നു മോൻ? ഈ സ്കോർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ റാങ്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ബ്രില്യൻ്റെ മോഡൽ എക്സാമുകളിൽ ഒരു 670+ ആയിരുന്നു റേഞ്ച്, പക്ഷേ റാങ്ക് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂളിംഗ് ഇവിടുത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാലമൂട്ടിലാണ് ഞാൻ പഠിച്ചത്. +2 വരെ അവിടെ ആയിരുന്നു. അപ്പം +2നോടൊപ്പം തന്നെയല്ലേ മോൻ ഓൺലൈൻ ബാച്ചിലും ജോയിൻ ചെയ്തിരുന്നത്? 11 തൊട്ട് ബ്രില്യൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് മോനൊരു സഹായമായി? ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സ്റ്റുഡൻസിന് പറയുന്നതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മോൻ എങ്ങനെയാണ് ഈ ഓൺലൈൻ ബാച്ചിലേക്ക് സെലക്ട് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ അതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്? കാരണം ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്യുകയാണെങ്കിൽ വീണെന്നുള്ള ഒരു കംഫർട്ട് സോൺ നമുക്ക് ലീവ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റഡി മാത്രം, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു എയിം ഉണ്ട്, അതിനെ അച്ചീവ് ചെയ്യാനുള്ള വഴിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ ബാച്ച് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. അതുകൊണ്ടാണ് പല ടോപ്പേഴ്സും ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്യാനുള്ള കാരണം തോന്നുന്നു. എങ്ങനെയൊക്കെയാണ് മോൻ ഈ ഒരു പ്രിപ്പറേഷൻസ്, ഓൺലൈൻ ബാച്ചിൽ ക്ലാസ്, സ്കൂളിംഗ് ഉണ്ട്, സ്കൂൾ ടൈമിനോടൊപ്പം തന്നെ ഇത് മാനേജ് ചെയ്ത് പോകണം. എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ ഇതിനു വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്തിരുന്നോ? ബോർഡ് എക്സാമിന് പ്രിപ്പറേഷൻസ് ഉണ്ട്, അപ്പം അതെല്ലാം കൂടി ആയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ തോന്നിയിരുന്നോ, അതോ ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ? ഇല്ല, ബോർഡ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബോർഡ് എക്സാം ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്ന അത്രയ്ക്ക് ടഫായ സിലബസ് ഒന്നുമല്ല, നമുക്ക് ഗ്രാസ്പ് ചെയ്യാവുന്ന അത്രേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് മാത്സ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. അത് സ്കൂളിൽ പോകുന്നത് നല്ല അത്യാവശ്യമായിരുന്നു. പിന്നെ എൻട്രൻസ് പഠിക്കുന്നതുകൊണ്ട് ബാക്കിയൊന്നും ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ഏതായിരുന്നു ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തോന്നിയത്? എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഫേവറേറ്റ്. എങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്? പ്രോബ്ലംസ് ഞാൻ വെറുതെ മാത്സ് ചെയ്യുമായിരുന്നു. അപ് ടു 10th ചുമ്മാതെ മാത്സ് ന്യൂമറിക്കൽസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ബേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിസിക്സ് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. MBBS എന്നുള്ളൊരു ആഗ്രഹം അതെങ്ങനെയാണ് ചെറുപ്പത്തിൽ മുതലേ തോന്നിയിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് അങ്ങനെ ഒരു ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? 10 കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ MBBS പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രീം, മീൻസ് ഡോക്ടർ എന്ന പ്രൊഫഷനോട് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല, എന്നാലും ചെറിയൊരു ആഗ്രഹമുണ്ട്. ആളുകളെ സെർവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കൊച്ചിലെ IAS ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അത് സെർവിങ് മെൻറ്റാലിറ്റി ഡോക്ടറിലേക്ക് എത്തി. അപ്പോൾ ആർമി ഡോക്ടർ ആകണമെന്നാണ് ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആഗ്രഹം. അപ്പം ഈ മോഡൽ എക്സാംസുകളൊക്കെ വന്ന സമയത്ത് അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം സ്കോറുകൾ അത് ഓൺലൈൻ അല്ലല്ലോ, ഓഫ്ലൈനായിട്ട് തന്നെ വന്ന് എഴുതി. അപ്പം അതൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു നമുക്ക് ഈ ഒരു സ്കോറിൽ ഇപ്പോൾ എത്താൻ? മോഡൽ എക്സാംസ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. കാരണം ഓൺലൈൻ ബാച്ചിൻ്റെ ഒരു പ്രത്യേക ഗുണം അതാണ്. നമ്മളൊരിക്കലും ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി എഴുതുക, നമുക്കൊരു ബന്ധമില്ലാത്തൊരു സെൻറ്ററിൽ പോയി എഴുതുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ആരാന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ അതേ പ്രതിനിധി നമുക്ക് കിട്ടും. കാരണം അവർ ചിലപ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിൻ്റെ സ്കോർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടത്തില്ല. ചിലപ്പോൾ OMR ബബിൾ ചെയ്യുന്നതിലൊക്കെ മിസ്റ്റേക്ക് വരും. അതൊക്കെ സത്യത്തിൽ വലിയ പാഠമാണ്. നീറ്റിന് അതൊരിക്കലും നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോഡൽ എക്സാംസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സ്കോറിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു. അത് തന്നെയാണ് ബ്രില്യൻ്റെ വിജയരഹസ്യം, മോഡൽ എക്സാംസ്. ഞങ്ങളെ പോലുള്ള ഓൺലൈൻ ബാച്ചിലെ സ്റ്റുഡൻസിന് പോലും ഇപ്പോൾ എനിക്ക് വേണ്ടി മാത്രം SMWക്ക് ഒരിക്കൽ സെൻറ്റർ അനുഭവിച്ച് തന്നിട്ടുണ്ട് ജോണി സാറ്. അതൊക്കെ വലിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ ആ സാറിനെ കണ്ടിട്ട് പോലുമില്ല, എന്നാലും സാർ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നു. റിസൾട്ടാണ് ബ്രില്യൻ്റെ. അതുകൊണ്ട് നമ്മളൊരിക്കലും ബ്രില്യനെ മറക്കില്ല. നീറ്റ് ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്താണ് മോനെ ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റിയത്? മോട്ടിവേഷൻ, നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ചാലും, അതിന് CBSE, ICSE, സ്റ്റേറ്റ് ഏത് സ്ട്രീമിൽ പഠിച്ചാലും ഇവിടെ ഒരു വർഷം നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുന്നു അത് തന്നെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രില്യൻ ഇ ലേണിംഗ് ആപ്പിൻ്റെ എഫക്റ്റീവ് യൂസേജ് വേണം. അതിനകത്തുള്ള ലെവൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ നീറ്റ് മോഡൽ എക്സാംസ് എങ്കിലും നമ്മൾ ചെയ്യണം. വളരെ എഫക്റ്റീവാണ്. കാരണം അതിലെ പല ക്വസ്റ്റ്യൻസ് നീറ്റിന് അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇ ലേണിംഗ് ആപ്പിൻ്റെ എഫക്റ്റീവ് യൂസേജ് ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ലൈവ് ലെക്ചേഴ്സ് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ ഇടയ്ക്ക് റെക്കോർഡ് ലെക്ചേഴ്സും ഒക്കെ ഒന്ന് കാണണം. അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മുടെ ഇഷ്ടമാണ് എപ്പോൾ കാണണം, ആരുടെ കാണണം.
കാരണം നമുക്ക് ട്യൂണായൊരു സാറായിരിക്കും. ബ്രില്യൻ്റ് എല്ലാ സാറുമാരും നല്ലതാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ആ ഒരു ലേണിംഗ് സ്റ്റൈലിനോട് ആപ്റ്റ് ആവുന്ന സാറുമാർ കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് തിരഞ്ഞെടുത്ത് കാണാൻ വലിയൊരു ഓപ്ഷൻ ഈ ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പോൾ അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ടെൻഷനൊന്നും ഇല്ലായിരിക്കണം, വളരെ കൂളായിരിക്കണം. കാരണം നീറ്റ് വെറും ഒരു 3 മണിക്കൂർ 20 മിനിറ്റിലെ പരീക്ഷയാണ്. അപ്പോൾ കൂളായിട്ട് എക്സാം എഴുതണം. അതിനൊക്കെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ഡെഡിക്കേഷനും നിങ്ങളുടെ പാഷൻ ഡോക്ടറാണെന്നുള്ള പാഷനും ഉണ്ടാവണം എങ്കിൽ വളരെ സിമ്പിളായി നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ മതിയാവും. മകന്റെ ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് എന്താണ് അച്ഛനും അമ്മയ്ക്കും തോന്നിയത്? ഒരു തീർച്ചയായും അഭിമാനമുള്ളൊരു നിമിഷം തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ആ ഒരു സന്തോഷം എന്തായിരുന്നു? വളരെ അഭിമാനം തോന്നി. കാരണം ഓൺലൈൻ ബാച്ചിലാണ് പഠിച്ചതെങ്കിലും 2 വർഷം വളരെ ഹാർഡ് വർക്ക് ചെയ്തതാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് എങ്കിലും വളരെ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഞങ്ങൾക്ക്. എക്സ്പെക്റ്റഡ് ആയിരുന്നു ആളിങ്ങനെ ഒരു സ്കോർ എന്തായാലും നേടുമെന്നുള്ളൊരു? സ്കോറ് ഏതാണ്ട് അതിനടുത്ത സ്കോർ പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെ നേടി ആള്. അപ്പം അതിലൊരു സന്തോഷം തീർച്ചയായും. പഠനകാര്യത്തിലൊക്കെ ആളെങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം, ഇങ്ങനെ ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? പഠന കാര്യത്തിൽ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെറിയ ക്ലാസ് മുതലേ അന്നത്തെ ദിവസം തന്നെ പഠിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പുറകോട്ട് പോകാനൊട്ടും താല്പര്യം ഇല്ല, അങ്ങനെ ഒരാളാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് തന്നെ ആ സ്ഥിരോത്സാഹം നിലനിർത്തി അവസാനം +2 വരെയും അത് നിലനിന്നിരുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം ആള് പറഞ്ഞപ്പോൾ ബ്രില്യൻ്റ് എന്നാ ചൂസ് ചെയ്യാൻ കാരണം? എങ്ങനെയാണ് അറിഞ്ഞത് ബ്രില്യനെ പറ്റിയൊക്കെ? ബ്രില്യനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ഞങ്ങൾ തന്നെ പല വിദ്യാർത്ഥികളും അവിടെ പോകുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. മാത്രമല്ല എൻട്രൻസ് രംഗത്ത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കേരളത്തിലെ ഇന്ന് ഏറ്റവും മികച്ച ഒരു സ്ഥാപനം തന്നെയാണ് ബ്രില്യൻ്റ്. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്ക് തീർച്ചയായും മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ബ്രില്യൻ്റിൽ തന്നെ ചേരാനാണ് നമ്മൾ തീരുമാനമെടുത്തത്. സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ആയിരുന്നല്ലോ ആളുടെ ഈ ഒരു കോച്ചിങ് കൂടി ആൾ കൊണ്ടുപോയത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അമ്മയോട് എപ്പോഴെങ്കിലും പറയുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു അവൻ. പിന്നെ അവൻ്റേതായ ഒരു ടൈം ടേബിൾ അവനുണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിരുന്നു. ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് അവൻ കൊണ്ടുപോകുമായിരുന്നു. ഓരോന്നിനും അതാത് ദിവസം ആ ക്ലാസ് ലൈവ് സെഷൻ ഉള്ളത് അവന് ഒരു പരിപാടിയും മാറ്റിവെച്ച്, എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുമായിരുന്നു. വേറെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാലൊന്നും അവൻ വരത്തില്ല. ഇതാണ് ഫസ്റ്റ്. അതായിരുന്നു. പിന്നെ ട്യൂഷന് പോകാൻ വേറെ ഇഷ്ടമില്ല. അങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത് തന്നെ. അപ്പോൾ ട്യൂഷന് കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട. അപ്പം ഞാൻ പത്രത്തിൽ ബ്രില്യൻ്റ് ഹൈബ്രിഡ് ഓൺലൈൻ നടത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാ. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് അതിൽ വേണ്ടെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ അതിൻ്റെ കൂടെ തന്നെ പോയി നല്ല നല്ല സ്കോർ മേടിക്കാൻ തുടങ്ങി. അവന് സ്കോളർഷിപ്പ് കിട്ടി. ഫസ്റ്റ് ഇയറിൽ 100% സ്കോളർഷിപ്പ് കിട്ടി. സെക്കൻഡ് ഇയറിലെ എക്സാമിന് അവന് 90% സ്കോളർഷിപ്പ് കിട്ടി. അപ്പം ബ്രില്യൻ്റ് ഫ്രീ ആയിട്ട് തന്നെയാണ് ഏകദേശം അവനെ പഠിപ്പിച്ചത്. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ മെറിറ്റിനെന്നും ബ്രില്യൻ്റ് പ്രാധാന്യം കൊടുക്കുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ അവൻ ഒരു ദിവസം പോലും വേറെ കാര്യങ്ങൾക്ക് സ്കൂളിൽ പോകുമായിരുന്നു. വേറെ കാര്യങ്ങളിൽ അവൻ ഇൻവോൾവ് ചെയ്തില്ല. ടൂറിന് പോയിട്ടില്ല, യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ദിവസങ്ങളിൽ പോയിട്ടില്ല. അങ്ങനെ പഠിത്തമായിരുന്നു അവൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ. അതുകൊണ്ടായിരിക്കണം അവന് ഈ വിജയം നേടാൻ പറ്റിയത്. സാധാരണ സ്കൂളിലല്ലേ പഠിച്ചത്, എന്നിട്ടുകൂടി അവന് ഈ വിജയം നേടാൻ പറ്റിയത് അവൻ്റെ ഒരു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ. എത്തണം സാധാരണ സ്കൂളാണെങ്കിൽ അവൻ്റെ സ്കൂളിൻ്റെ പേര് ഉയർത്തി കാണിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അവനുണ്ടായിരുന്നു. ബ്രില്യൻ്റിലെ എക്സാംസുകളൊക്കെ എങ്ങനെയായിരുന്നു ആൾ അറ്റൻഡ് ചെയ്തിരുന്നത്? ഓൺലൈൻ എക്സാംസ് വരുന്ന സമയത്തായാലും ഒക്കെ അതെങ്ങനെ മാനേജ് ചെയ്ത് പോയി? അതും ആദ്യമെല്ലാം ഓൺലൈൻ ആയിരുന്നു. പിന്നെ സെൻറ്റർ നമുക്ക് അനുവദിച്ച് തന്ന ഇടയ്ക്ക് നവംബർ തൊട്ടൊക്കെ സെൻറ്റർ അനുവദിച്ച് തന്നു. അപ്പോൾ അവൻ കറക്റ്റായിട്ട് പോകും. ഒരു ദിവസം പോലും മുടങ്ങത്തില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ തനിയെ പോകും. എന്തായാലും അവൻ പോയിരിക്കും. അങ്ങനെ ഓഫ്ലൈൻ മാക്സിമം അറ്റൻഡ് ചെയ്തു. തലേന്നത്തെ പരീക്ഷ മാത്രം കണ്ടേ അവൻ അറ്റൻഡ് ചെയ്യാതിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓഫ്ലൈനായിട്ട് അവൻ പോയി എഴുതുമായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടുണ്ട്. അപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് അവന് ഒരു ഭയമോ പിന്നെ പരിഭ്രമമൊന്നും ഉണ്ടായില്ല. കാരണം ആ പരീക്ഷയുടെ ഒരു അറ്റ്മോസ്ഫിയർ നേരത്തെ തന്നെ അവന് അനുഭവിച്ച ഒരുപാട് എക്സ്പീരിയൻസിൽ കൂടെ പോയതുകൊണ്ട് അവനത് പുതുമയായിട്ട് തോന്നിയില്ല. അതൊന്ന് ഈസി ആയിട്ട് എഴുതാൻ പറ്റി. ബ്രില്യൻ്റ് ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ട് വാങ്ങിയ
സഞ്ജുവിന് ഇനിയും ഭാവി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ടീം ബ്രില്യൻ്റെ ആശംസകൾ അറിയിക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.